ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും നമ്മുടെ ചാനലിലെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഞാൻ തന്നെയാണ്. അപ്പോൾ ഇന്ന് പിന്നെ റംദാൻ 2 കേട്ടോ. അപ്പോൾ ഇന്ന് എൻ്റെ ഈ വർഷത്തെ 2ാമത്തെ നോമ്പാണ്. അപ്പോൾ കുറേ പേര് ചോദിച്ചു എങ്ങനെയുണ്ട്, നോമ്പ് എടുത്തിട്ട് ക്ഷീണമുണ്ടോ, എന്തെങ്കിലും പ്രശ്നമുണ്ടോ എന്നൊക്കെ ചോദിച്ചു. പിന്നെ അത്താഴത്ത് രാവിലെ ഫുഡ് കഴിക്കുന്ന കാര്യം ചോദിച്ചു. എന്താണ് കഞ്ഞി മാത്രം കുടിച്ചിട്ട് എങ്ങനെയാണ് പ്രോട്ടീൻ ഉള്ളത് കഴിച്ചൂടെ, എങ്ങനെയൊക്കെ ചോദിച്ചു കേട്ടോ. അപ്പോൾ എനിക്ക് പറയാനുള്ളത്, നമ്മുടെ കയ്യിലുള്ളത് എന്താണോ അത് വെച്ചിട്ടേ നമുക്ക് കഴിക്കാൻ പറ്റുള്ളൂ. അപ്പോൾ ഇതുപോലും കിട്ടാതെ നോമ്പെടുക്കുന്ന എത്രയോ ആളുകളുണ്ട് കേട്ടോ. അപ്പോൾ അതുകൂടെ നമ്മൾ ചിന്തിക്കണം. പിന്നെ ഞാൻ ഇന്നത് കഴിക്കണു, ഇന്നത് ഇതാക്കുകയാണെന്ന് പറഞ്ഞാൽ ഒരു നേരത്തെ ഭക്ഷണം പോലും കിട്ടാൻ വഴിയില്ലാത്ത കുറേ ഫാമിലീസ് ഉണ്ട്. അവർ കാണും ആ വീഡിയോ, എന്നിട്ട് ആർഭാടമായിട്ട് നമ്മൾ നോമ്പ് തുറക്കണമെന്നും അല്ലെങ്കിൽ നമ്മൾ രാവിലെ കഴിക്കുമ്പോൾ പിന്നെ എന്താ പറയുക, അത് വീഡിയോ ആക്കി ഇടണമെന്നോ അല്ലെങ്കിൽ വൈകുന്നേരം നമ്മൾ ഫുഡ് കഴിക്കുമ്പോൾ അത് എടുത്തിടണമെന്നൊന്നും എനിക്ക് ആഗ്രഹമില്ല. പക്ഷെ ഞാൻ എൻ്റെ കയ്യിലുള്ളത് എന്താണോ അത് ഞാൻ കാണിച്ചു എന്ന് മാത്രം. അപ്പോൾ ഈന്തപ്പഴം വാങ്ങിച്ചിട്ടുണ്ടെന്ന് വെച്ചാൽ അത് എവിടെ വെച്ചെന്ന് എനിക്ക് ഓർമ്മയുണ്ടായിരുന്നില്ല. അപ്പം എന്താ പറയുക, അപ്പോൾ കുറേ കമൻസുകൾ ഇങ്ങനെ കണ്ടു കേട്ടോ. അപ്പോൾ ഞാൻ പറയുകയാണ്, എന്നും നമുക്ക് എത്തി വരുന്നതേ നമുക്ക് ചെയ്യാൻ കഴിയുള്ളൂ. ഇപ്പോൾ മക്കൾക്കായാലും ശരി, കുടുംബത്തിലേക്കായാലും ശരി, വേറെ ആർക്കും എന്ത് ചെയ്യുകയാണെങ്കിലും നമ്മളെ കൊണ്ട് ചെയ്യാൻ പറ്റുന്നതേ നമുക്ക് ചെയ്യാൻ കഴിയുള്ളൂ. ചെയ്യാൻ പറ്റുന്നതേ നമ്മൾ ഏറ്റെടുക്കാനും പാടുള്ളൂ. അല്ലാത്ത കാര്യങ്ങൾ നമ്മൾ ചെയ്തു കഴിഞ്ഞാൽ അത് ഒരിക്കലും എത്തിപ്പെടില്ല. അപ്പോൾ എനിക്ക് ഇന്നലെ ചോറാണ് ഉണ്ടായിരുന്നത്. അപ്പോൾ ചോറും തൈരും കൂട്ടി കഴിച്ചു. കറിയൊന്നും ഉണ്ടായിരുന്നില്ല, അത് സത്യം തന്നെയാണ്. പക്ഷെ അത് രാവിലെ കറി വേണ്ടാന്നും പറഞ്ഞു, മകൻ കറി വേണ്ടാന്ന് പറഞ്ഞു. അപ്പോൾ ഞങ്ങളത് ചെറു ചൂടോട് കൂടിയിട്ടുള്ള തൈര് കൂട്ടിയിട്ട് കഴിച്ചു. അത് കഴിക്കാൻ ഇഷ്ടമാണ്, അങ്ങനെ കഴിക്കാൻ ഇഷ്ടമായതുകൊണ്ടാണ് അതെടുത്തിട്ടുണ്ടായിരുന്നത്. പിന്നെ അവന് വെള്ളമൊക്കെ കുടിച്ചു. പിന്നെ മുന്തിരിയൊക്കെ അവൻ കഴിച്ചു കേട്ടോ. മുന്തിരിയൊക്കെ അതിൻ്റെ ഇടയിൽ ഞാൻ ഉണ്ടായിരുന്നല്ലോ, പിന്നെ ഞാൻ പറയണ്ടായിരുന്നു ഫ്രൂട്ട്സ് മേടിച്ചു എന്ന് പറഞ്ഞിട്ട്. അപ്പോൾ അത് സെറ്റായില്ല. പിന്നെ അതൊക്കെ കഴിച്ചു, കുട്ടികളത് കഴിക്കുകയും ചെയ്തു. പിന്നെ ബദ്രി ഇന്നലെ പെട്ടെന്ന് അവന് വയറുവേദനിച്ചിട്ട് അവന് നോമ്പ് മുറിക്കേണ്ട ഒരു സാഹചര്യം വന്നു. അപ്പോൾ ഒന്നുമില്ലെങ്കിൽ അവന് വേണ്ടിയിട്ട് ഞാനൊരു എക്സ്ട്രാ നോമ്പെടുത്ത് കഴിഞ്ഞാൽ അത് ശരിയാകുമോ എന്നുള്ളത് നിങ്ങൾ എനിക്കൊന്ന് പറഞ്ഞു തരണം. എന്താ വെച്ചാൽ അവന് ഭയങ്കര സങ്കടമായിരുന്നു. നുണ പറഞ്ഞിട്ട് എന്താണ് നമുക്ക് നുണ പറയണ്ട, സത്യസന്ധമായിട്ട് തന്നെ പറഞ്ഞാൽ മതി എന്ന് അവൻ എന്നോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ ഇല്ലടാ, ഞാൻ ഇന്നലെ നോമ്പ് പിന്നെ കംപ്ലീറ്റ് ചെയ്തു എന്ന് പറഞ്ഞിട്ട് ഞാൻ വീഡിയോ ഒന്നും ഇട്ടിട്ടില്ലല്ലോ, അപ്പോൾ എന്തായാലും നമുക്കത് സംസാരിക്കാമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ ഒരു കാര്യം, ഒരു ക്ലാരിഫിക്കേഷൻ ഒന്ന്, അല്ലെങ്കിൽ അത് ചെയ്യാൻ പാടുമോ, അങ്ങനെ ചെയ്യാൻ പറ്റുമോ എന്നുള്ളതൊന്ന് പറഞ്ഞായിരുന്നേ. ഇല്ലെങ്കിൽ അവൻ എടുക്കും ഒരു നോമ്പും കൂടെ. എന്നാലും ഞാനൊന്ന് പറയുകയാണ്, കടം വീട്ടണമല്ലോ, അതുകൊണ്ട് ചോദിച്ചാണ്. പിന്നെ ഇന്ന് നോക്കുന്നേ സമയം ഇതാവുമ്പോഴേക്ക് കുട്ടിക്ക് വയ്യാണ്ടായി. അവൾ ഈ ഫ്രിഡ്ജിലത്തെ വെള്ളമൊക്കെ എടുത്ത് കുടിച്ചിട്ടേ ഛർദ്ദിച്ചു എന്ന്. ഒരേ ഛർദിയും ഒക്കെയാണ് കിടക്കണത്. ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാം. അപ്പോൾ കുട്ടി അങ്ങനെ ഉണ്ടല്ലേ, കുട്ടി കിടക്കുകയാണ് കേട്ടോ, വയ്യ. ജസ്റ്റ് മൂക്കടപ്പുണ്ട്, പനി വരുന്ന പോലെയൊക്കെ ഉണ്ട്. എല്ലാ വർഷവും ഇങ്ങനെ തന്നെയാണ്. നോമ്പ് എടുത്താൽ ചില ദിവസങ്ങളിൽ സമാധാനം ഉണ്ടാവും, ചില ദിവസങ്ങളിൽ എനിക്ക് സമാധാനം ഉണ്ടാവില്ല. ആ നോമ്പോട് കൂടെ തന്നെ ആശുപത്രിക്ക് പോകേണ്ട ഒരു അവസ്ഥയൊക്കെ എനിക്ക് വന്നിട്ടുണ്ട് കേട്ടോ. കഴിഞ്ഞ പ്രാവശ്യം ഇതേപോലെ തന്നെയായിരുന്നു. നോമ്പ് എടുത്തിട്ട് കുട്ടിക്ക് വയ്യാതെ ഞാൻ വേണുഗോപാൽ ഡോക്ടറിൻ്റെ അടുത്ത് പോയി. ഇപ്പം അതേ അവസ്ഥയാണ് ഇപ്പോൾ കാണുന്നത്. ചിലപ്പോൾ നാളെ നേരം വെളുക്കുമ്പോഴേക്ക് ഞാൻ ഇനി അവളെയും കൊണ്ട് ആശുപത്രിക്ക് പോകേണ്ടി വരും തോന്നുന്നുണ്ട്. പിന്നെ പല്ല് തേച്ചു വെള്ളം കുടിക്കട്ടെ പറഞ്ഞിട്ടാണ്. വെള്ളം കുടിച്ചതിന് ശേഷം സംസാരിക്കാമെന്ന് വിചാരിച്ചു. എന്തായാലും വെള്ളം ഒത്തിരി കുടിക്കട്ടെ. അപ്പോൾ ഇന്ന് കഴിക്കാനുള്ളത് കുറ്റിപ്പുട്ടാണ് കേട്ടോ. അപ്പോൾ കുറ്റിപ്പുട്ട് റെഡിയാക്കി വെച്ചിട്ടുണ്ട്. പിന്നെ പഴവും കുറ്റിപ്പുട്ടും ഇതൊക്കെയാണ് ഇന്നത്തെ എൻ്റെ ഭക്ഷണം. അപ്പോൾ പിന്നെ ഫ്രൂട്ട്സ്, ആപ്പിൾ ഉണ്ടായിരുന്നു, അതൊക്കെ ഞാൻ കട്ട് ചെയ്തു അവിടെ വെച്ചിട്ടുണ്ട്. പിന്നെ റോബസ്റ്റി ഉണ്ട്. ഇന്നത്തേക്ക് ധാരാളമാണ് കേട്ടോ ഫുഡ്. അപ്പോൾ ഇനിയിപ്പോൾ എനിക്ക് വേണ്ടിയിട്ട് ഇനി ചോറ് ഇതാക്കണ്ടേന്നൊക്കെ വിചാരിച്ചു. പിന്നെ
ചോറ് രാവിലെ കുറ്റിപ്പുട്ട് ഇന്നലെ അമ്മ വൈകുന്നേരത്ത് ഉണ്ടാക്കി, അപ്പം അതിന് ചൂടാക്കിയതാണേ. മതി, ധാരാളം ഉള്ളത് കൊണ്ട് കഴിക്കുക, ആർഭാടങ്ങൾ കാണിച്ചിട്ട് നമ്മൾ കാണിക്കാതിരിക്കുക. അങ്ങനെയാണ് ഞാൻ ഉദ്ദേശിക്കുന്നത് കേട്ടോ. ഞാൻ അത് ചെയ്തു, ഞാനിത് ചെയ്തു, എനിക്ക് അങ്ങനെ കിട്ടി ഇങ്ങനെ കിട്ടി എന്നൊക്കെ പണ്ട് പറയുന്നതിനെക്കാട്ടി നല്ലത് എൻ്റെ കയ്യിൽ എന്താണോ ഉള്ളത് അത് ഞാൻ സത്യസന്ധമായിട്ട് നിങ്ങളുടെ മുന്നിൽ കാണിക്കണമെന്ന് മാത്രം. അപ്പം അതിന് റീച്ചിന് വേണ്ടിയിട്ടും കാര്യങ്ങൾക്കൊന്നും അല്ല, ജസ്റ്റ് ഒന്ന് അറിയാൻ വേണ്ടിയിട്ട് ഞാൻ ഇങ്ങനെയൊക്കെയാണ് ചെയ്യുന്നത്, ഞാൻ ഇങ്ങനെയൊക്കെ പോകുന്നത് എന്നുള്ളത് പറഞ്ഞു എന്ന് മാത്രം. പിന്നെ ഇന്ന് ഉണ്ണിയപ്പം പിന്നെ ഇന്നലെ കുറേ പേര് പറഞ്ഞിട്ടുണ്ടായിരുന്നു ഉണ്ണിയപ്പം കച്ചവടം മാറ്റിയിട്ട് ഈ സമൂസ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ എടുക്കാൻ വേണ്ടി പറഞ്ഞിട്ടുണ്ടായിരുന്നു. പക്ഷെ അതെനിക്ക് ഉണ്ടാക്കാൻ അറിയില്ല. എന്തിനാണെന്നാണോ പറയണത്, നമുക്ക് മറ്റുള്ളവരിൽ നിന്ന് വാങ്ങിച്ചിട്ട് ചെയ്യാൻ എനിക്ക് താല്പര്യമില്ല. അപ്പോൾ ശരി പോട്ടെ, ഒരു മാസമല്ലേ, കച്ചവടം ഇല്ലെങ്കിലും പിന്നെ ദൈവം എനിക്ക് ഏതെങ്കിലും വഴിക്ക് ഒരു ബിസിനസ് കച്ചവടം എനിക്ക് റെഡിയാക്കി തരും. അതുകൊണ്ട് അതിനൊരു സങ്കടമോ പരാതി എനിക്കില്ല. പക്ഷെ സങ്കടമായിരുന്നു കുറച്ച് ഉണ്ണിയപ്പം ബാലൻസ് ആയിട്ട്. കഴിഞ്ഞ വർഷമൊക്കെ ഞാൻ ഒരു മാസത്തോളം ഉണ്ണിയപ്പ കട അടച്ചിടുകയായിരുന്നു ചെയ്തിട്ടുണ്ടായിരുന്നത്. എന്തോ ദൈവത്തിൻ്റെ, നമ്മളിങ്ങനെ പറയാം അൽഹംദുലില്ലാ, ദൈവത്തിൻ്റെ ഒരു കാരുണ്യം കൊണ്ട് ഉച്ചയ്ക്ക് ഊണ് തുടങ്ങി. അപ്പം ചെറിയൊരു വരുമാനം അതിന്ന് കിട്ടുന്നുണ്ടല്ലോ. അപ്പം അതും കൂടി ഇല്ലാണ്ടിരുന്ന് കഴിഞ്ഞാൽ പിന്നെ എന്തായിരിക്കും എൻ്റെ അവസ്ഥ. ഊണിൽ നിന്ന് എനിക്ക് അത്ര വലിയ ലാഭം കിട്ടുന്നില്ലെങ്കിലും ഡെയിലി ഒരു 200 ഉറുപ്പ്യെങ്കിലും കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് എന്തെങ്കിലും ആയല്ലോ, നമുക്ക് വാടക കൊടുക്കാനെങ്കിലും ആയല്ലോ. അപ്പോൾ അത്രയൊക്കെ തന്നെയുള്ളൂ കേട്ടോ. അപ്പോൾ എന്തായാലും ഞാൻ ഭക്ഷണം കഴിക്കട്ടെ. സമയം 4:30 പിന്നെ അതൊക്കെ ഒന്ന് ശരിയാക്കി ചൂടാക്കി വരുമ്പോഴേക്കൊക്കെ 4:45 അപ്പോൾ നിങ്ങൾ നിങ്ങളുടെ അഭിപ്രായങ്ങൾ പറയുക, കമൻ്റ് ഇടുക. തെറ്റുകളാണെന്ന് വെച്ചാൽ അത് തിരുത്തി മുന്നോട്ട് പോകാൻ തന്നെയാണ് ഞാൻ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഇന്നലെ ഇടത് കൈ കൊണ്ട് വെള്ളം കുടിച്ചു എന്ന് പറഞ്ഞു. അപ്പോൾ അതൊക്കെ ക്ലിയർ ചെയ്തിട്ടുണ്ട് ഞാൻ. അത് ഫോൺ എടുത്തത് കൊണ്ട് അങ്ങനെ ആയിപ്പോയതാണ് കേട്ടോ, ഫോണിൽ അങ്ങനെ ആയിപ്പോയതാണ്. അപ്പം അതൊക്കെ ഞാൻ തിരുത്തിയിട്ടുണ്ട്. അപ്പോൾ എന്തായാലും കഴിക്കാനുള്ളത് കാര്യങ്ങൾ കാണിച്ചു തരാം. പ്രത്യേകിച്ചൊന്നുമില്ല, പുട്ടും പഴവും അത്ര തന്നെയുള്ളൂ. ജസ്റ്റ് അത് കാണിക്കണമെന്ന് മാത്രം, അത്രയുള്ളൂ. അപ്പോൾ എന്തായാലും അടുത്ത വീഡിയോയിൽ കാണാം കേട്ടോ.